ഗൈസ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കുറെ ദിവസമായി പുറത്ത് നിന്നൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ മഴ കാരണം നമുക്ക് അങ്ങനെ പുറത്തിറങ്ങി വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് അപ്പൊ തന്നെ മഴ പെയ്യും. പക്ഷെ ഇന്നത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെയിലൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി വീഡിയോ എടുക്കാന്ന് വെച്ചു ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ആൻസർ ആണ് കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് മഴ സമയമൊക്കെ ആണ്, തണുപ്പാണ്. അപ്പൊ നമ്മുടെ സോപ്പ് മേക്കിങ്ങിൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചിലർ അത് തെറ്റിദ്ധരിച്ചിട്ട് സോപ്പ് ബേസിന്റെ കംപ്ലൈന്റ് ആണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് അത് എന്ത് കാരണം കൊണ്ടാണെന്നാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് കേട്ടോ. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. എല്ലാവരുടെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ തണുപ്പ് സമയത്ത് സോപ്പ് ഉണ്ടാക്കുമ്പോൾ സോപ്പിന്റെ മുകളിൽ ഇങ്ങനെ മഴത്തുള്ളികൾ പോലെ ഈ പഞ്ചസാര വെതറിയ പോലെയാണ് നമ്മുടെ ഈ സോപ്പിന്റെ മുകളിൽ ഇരിക്കുന്നത് കേട്ടോ. ഇത് എന്തുകൊണ്ടാണ്? സോപ്പ് ബേസിന്റെ കംപ്ലൈന്റ് കൊണ്ടാണോ, സോപ്പിന്റെ കംപ്ലൈന്റ് കൊണ്ടാണോ, ഇനി സോപ്പ് കേടായി പോയോ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് സോപ്പ് മേടിച്ചവരും മെറ്റീരിയൽസ് മേടിക്കുന്നവരും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പൊ കുറെ പേര് പറയുന്നത് നിങ്ങളുടെ സോപ്പ് ബേസിന്റെ ക്വാളിറ്റി കുറവുകൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറെ പേര് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ അവർക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവർക്ക് ഓക്കെ ആയി. അപ്പൊ കുറെ പേര് ചോദിക്കുന്നതുകൊണ്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറെ പേരിലേക്ക് അത് എത്തുമല്ലോ. അപ്പൊ അവരുടെ ഒക്കെ ഡൗട്ട് ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചത്. അപ്പൊ ഇപ്പൊ തണുപ്പ് സമയമായ കാരണം കൊണ്ട് നമ്മൾ സോപ്പ് കുളിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ ബാത്റൂമിൽ കൊണ്ടുവച്ചിട്ട് കുളിക്കുമ്പോഴൊന്നും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ സോപ്പിന്റെ മുകളിലൊക്കെ ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ എല്ലാവരും വിചാരിക്കും ഇത് എന്തത്. കുറെ പേർക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയാം. അപ്പൊ അറിയുന്നവരാണെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അറിയാത്തവരാണെങ്കിലാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പ് സീസൺ ആകുമ്പോൾ നമുക്ക് ഫുള്ള് തണുപ്പ് ക്ലൈമറ്റ് ആയിരിക്കില്ലേ. അപ്പൊ ഗ്ലിസറിൻ സോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വായുവിലുള്ള ഈർപ്പത്തിനൊക്കെ വലിച്ചെടുത്തിട്ട് നമ്മുടെ സോപ്പിൽ വെക്കും കേട്ടോ. അപ്പൊ നമുക്കിത് സോപ്പിന്റെ പുറത്ത് ഇങ്ങനെ സ്വെറ്റിങ് പോലെ, നമുക്ക് ഇതിനെ സ്വെറ്റിങ് എന്നാണ് പറയുക. അപ്പൊ അതിന്റെ മുകളിൽ മൊത്തം ഇങ്ങനെ പഞ്ചസാര തുള്ളി പോലെ, ഈർപ്പത്തുള്ളി പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇത് സോപ്പ് കേടാവുന്നതല്ല കേട്ടോ. ഇത് ഗ്ലിസറിൻ സോപ്പിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സ്വഭാവമാണ്, ഇവരുടെ സ്വഭാവമാണ് ഗൈസ് ഇത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ മെൽറ്റ് ആൻഡ് പ്യൂർ സോപ്പ് എല്ലാത്തിലും ഇതുപോലെയാണ് വരിക. പക്ഷെ നമുക്ക് കോൾഡ് പ്രോസസിങ് സോപ്പിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാറില്ല കേട്ടോ. ഗ്ലിസറിൻ സോപ്പിലാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. ഇത് നമുക്ക് സ്വെറ്റിങ് കാരണമാണ് കേട്ടോ. അതിപ്പോ ഈ തണുപ്പ് സീസണിലാണ് കൂടുതലായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. ചൂട് സമയത്താണെങ്കിൽ നമുക്ക് ഇത്ര പ്രശ്നം വരില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ചിലവരൊക്കെ തണുപ്പ് സമയത്താകുമ്പോൾ സോപ്പൊക്കെ ഇങ്ങനെ നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ച് സെറ്റ് ആവാനായിട്ട് വെച്ച് ഇപ്പൊ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ആയിരിക്കും നമ്മൾ പുറത്തുനിന്ന് മോൾഡിൽ നിന്ന് എടുത്തിട്ട് കവർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു പ്രശ്നം വരും. നിങ്ങൾക്ക് ഇങ്ങനെ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മോൾഡിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ സോപ്പ് കവർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് 2 തവണ ക്ലീൻ ഫിലിം വെച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കവർ ചെയ്ത് വെച്ച് വേറൊരു ട്രാൻസ്പെറൻറ്റ് കവറിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഈ ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമേ വരാറില്ല കേട്ടോ. പക്ഷേ ഈ തണുപ്പ് സീസണിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പം നിങ്ങളിത് ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ബാത്റൂമിൽ വെക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അത് കേടായതുകൊണ്ടല്ല, അത് നിങ്ങളൊന്ന് അറിഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഇനി ആരും സോപ്പ് കേടായതാന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്കായിട്ട് നമ്മൾ ചെയ്തു തന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നവരാണെങ്കിലും, ഇനി നിങ്ങൾ സോപ്പ് മറ്റുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കുന്നവരാണെങ്കിലും എന്തായാലും ഇത് പറഞ്ഞിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിലും ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പം യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സോപ്പായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടുകൾക്കും നമ്മൾ ആൻസർ തരുന്നതായിരിക്കും കേട്ടോ. സോപ്പ്, ഫേസ് വാഷ്, ഷാമ്പു എല്ലാതും മേക്കിങ്ങിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ കിറ്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വാളിറ്റിയുള്ള സോപ്പ് മെറ്റീരിയൽസ്, സോപ്പ് ബേസ്, ഫ്രാഗ്രൻസ് എല്ലാ ഐറ്റംസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം തീർത്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. ബൈ.